നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തണം. ധർണാ സമരവുമായി മുസ്ലിം ലീഗ്. ക്ഷേമ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കലക്ടറേറ്റിലേക്ക് ധർണ നടത്തിയത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റി. പൊതുപ്രവർത്തകർ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീൽ ചെയറുകൾ വിതരണം ചെയ്തു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ വിവിധ ക്ലബ്ബുകൾക്ക് മെഡിക്കൽ ഉപകരണങ്ങളും കൈമാറി. മാലമോഷ്ടാവിനെ വലയിലാക്കി ചക്കരക്കൽ പോലീസ്. പിടികൂടാൻ പരിശോധന നടത്തിയത് 20ഓളം CCTV ദൃശ്യങ്ങൾ. പിടിയിലായത് മാച്ചേരിയിലെ AK സഫ്രജ്. മോഷണത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതയെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നടപടി തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സംഘടനയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തുക, തടഞ്ഞുവെച്ച ബജറ്റ് വിഹിതം ട്രഷറിയിൽ നിന്ന് തിരിച്ചു നൽകിയ ബില്ലുകളുടെ തുകയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഫണ്ട് അനുവദിക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. നമ്മൾ കാണുന്നത് നമുക്കറിയാം, നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച് പാസാക്കും. ആ ബജറ്റിൽ പറയാറുണ്ട് ഇത്ര സംഖ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. LSTDയുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൊടുക്കുന്ന പ്രൊജക്റ്റുകൾക്കനുസരിച്ച് ധനകാര്യ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ പണം കൊടുക്കും. UDF ഭരിച്ചിരുന്ന കാലത്ത് ഒരു നയാ പൈസ കുറയാതെ യഥാസമയം എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും അതൊക്കെ കൊടുത്തു തീർക്കുന്നു. കാരണം താഴെത്തട്ടിൽ വികസനം നടക്കണം, താഴെത്തട്ടിൽ പുരോഗതി ഉണ്ടാകണം, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ ക്ഷേമ പദ്ധതികൾ അനുസൃതം നടക്കണം. അതിനുവേണ്ടി എവിടെ തൊട്ടാലും ഗ്രാമപഞ്ചായത്തുകളെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തൊടാറില്ലായിരുന്നു, അവരെ ഫണ്ട് പിടിച്ചെടുക്കാറില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവരുടെ ഫണ്ടിലാണ് കൊടുക്കുന്നത്. ആ ഫണ്ട് ബജറ്റ് പാസ്സാക്കിയ ഫണ്ട് പോലും കൊടുക്കുന്നില്ല. ചെറിയ സംഖ്യയല്ല, 2928 കോടി രൂപ. 2 കോടിയല്ല, 29 കോടിയല്ല, 292 കോടിയല്ല, 2928 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ ഗവൺമെന്റ് ബജറ്റ് വിഹിതം കൊടുക്കാനുണ്ട്. പ്രസിഡന്റ് ഗഫൂർ മാട്ടൂൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹികളായ അബ്ദുൾ റഹ്മാൻ കല്ലായി, PK അബ്ദുള്ള ഹാജി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേരേരി, KT സഹദുള്ള, മെഹമ്മൂദ് കടവത്തൂർ, ഇസ്മായിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KC ഖാദർ, റജില റഹ്മാൻ, നുബില തണുപ്രഭ്, TP ഫാത്തിമ, താഹിറ കൊളച്ചേരി, സൈനുദ്ദീൻ നാറാത്ത്, ജസ്ലീന, അബ്ദുൽ ജലീൽ മട്ടന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ സമ്മേളനം ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. IG K സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. ായാലും ബലാത്സംഗം, പോക്സോ കേസ്, NDPS കേസ്, ഇങ്ങനെ എല്ലാ കുറ്റകൃത്യങ്ങളും പരിശോധിച്ച സമയത്ത് നമുക്ക് മനസ്സിലായത് ഈ കേരളത്തിലെ ഏറ്റവും ശരാശരി കുറ്റകൃത്യം ഏറ്റവും കുറവുള്ള ജില്ല എന്നത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ഊരിലും കണ്ണൂർ ജില്ല ഒരുമിച്ച് കൂടിയാൽ തന്നെ കുറ്റകൃത്യങ്ങൾ കുറവാണ്. പെർ ക്യാപിറ്റ കുറ്റകൃത്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൊലപാതകങ്ങളൊക്കെ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ശരാശരി. അതുപോലെ ഞാൻ കണക്കിൽ ഓരോ എല്ലാം പറയുന്നില്ല, കാരണം മറ്റു ജില്ലകൾക്കാർക്ക് ചിലപ്പോൾ തോന്നുന്നു ഇത് നിങ്ങൾ കൂടി പോയെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയാവുന്ന അത്രയ്ക്കും നല്ല രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഞാൻ അഭിനന്ദിക്കുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ മാത്രം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഈ കണ്ണൂർ ജനതയുടെ ഒരു ചേർത്ത് പിടിച്ച് നിൽക്കുന്ന നിയമഭാഗം നമ്മുടെ കൂടെ സഹകരിക്കുന്ന ഒരു ജനവിഭാഗം ഉള്ളതുകൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ ഒരു രാഷ്ട്രീയ പക്വത കൊണ്ട് ഒരു മുഖ്യമന്ത്രി ഇവിടെ ജില്ലയിലായതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി അതിനേക്കാളും കൂടുതൽ വളരെ നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അത് ശരിക്കും മറ്റെല്ലാ ജില്ലകൾക്കും മാതൃകയാണ്.
അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ പ്രസിഡന്റ് ടി വി ജയേഷ് അധ്യക്ഷത വഹിച്ചു. റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത മുഖ്യാതിഥിയായി. ഇരിട്ടി ASP യാഗേഷ് മന്തയ്യ, റൂറൽ അഡീഷണൽ SP MP വിനോദ്, അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SR ഷിനോദ് ദാസ്, DYSPമാരായ പ്രദീപൻ കണ്ണിപ്പൊയിൽ, K വിനോദ് കുമാർ, MK കീർത്തി ബാബു, ധനഞ്ജയ ബാബു, AV ജോൺ, രമേശൻ വെള്ളോറ, രാജേഷ് കടമ്പേരി, KP അനീഷ്, T പ്രജീഷ്, T ബാബു, K രാജേഷ്, K പ്രവീണ, NV രമേശ്, V സിനീഷ്, MVV അനിരുദ്ധ്, M ഗോവിന്ദൻ, EV പ്രദീപൻ, K പ്രിയേഷ്, VV വിജേഷ്, KP സനിത്, E സുമേഷ്, ER സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. M ദിനേശ് കുമാർ സ്വാഗതവും ശോഭൻ ബാബു നന്ദിയും പറഞ്ഞു. ശമ്പള കുടിശ്ശിക വരുത്തിയതിൽ പ്രതിഷേധിച്ച് ശാന്തി ക്ഷേമ യൂണിയൻ നാളെ കരിദിനം ആചരിക്കുമെന്ന് അഖില കേരള ശാന്തി ക്ഷേമ യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നിട്ടും അധികാരികളുടെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങേണ്ടി വന്നതെന്ന് വൈസ് പ്രസിഡന്റ് ബാബു മൊളോളം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാളെ കാലത്ത് 11:30 മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും താവക്കര പുതിയ ബസ് സ്റ്റാൻഡ് വരെ പ്രതിഷേധ മാർച്ച് നടത്തും. മലബാർ ദേവസ്വം ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നിട്ട് 30 വർഷം കഴിഞ്ഞിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കാതെ വന്നതോടെയാണ് സഹികെട്ട് നിലനിൽപ്പിനായി പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങേണ്ടി വന്നതെന്ന് വൈസ് പ്രസിഡന്റ് ബാബു മോളോളം പറഞ്ഞു. ശാന്തിക്കാർക്ക് 2200 രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുന്നതെങ്കിലും പല ക്ഷേത്രത്തിലുള്ള ശാന്തിക്കാർക്കും ശമ്പളം കുടിശ്ശികയാണെന്നും അദ്ദേഹം പറഞ്ഞു. സൂചനാ സമരത്തിന് ശേഷവും പ്രശ്നപരിഹാരമാവുന്നില്ലെങ്കിൽ ക്ഷേത്രത്തിലെ എല്ലാ പൂജാതി കർമ്മങ്ങളും സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും അവർ പറഞ്ഞു. ഭരണം ഏകീകൃത ദേവസ്വം ബോർഡ് രൂപീകരിക്കണമെന്ന ഒരു ആവശ്യം കോടതി വിധി വന്നപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് എന്ന് പേരിന് മാത്രം ഉള്ള ഒരു ബോർഡ് രൂപീകരിക്കുകയും അതിൽ 10-20 മാത്രം ജീവനക്കാരുള്ള ഒരു ബോർഡ് നിയമം ആവുകയും ചെയ്തത്. ഇന്ന് മലബാർ ദേവസ്വം ക്ഷേത്ര ജീവനക്കാരും മറ്റുള്ളവരും ഇന്ന് മലബാർ ദേവസ്വം ബോർഡിൻ്റെ അംഗീകൃത ജീവനക്കാരല്ല എന്ന ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെയും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്താതെ കൃത്യമായ ശമ്പളം നൽകാതെ 365 ദിവസവും ജോലി ചെയ്യുവാനുള്ള ബാധ്യത ആ ഒരു ക്ഷേത്രം ജീവനക്കാർക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു നയത്തിൽ കൂടിയാണ് നമ്മുടെ ഇതിൻ്റെ കേന്ദ്ര സംസ്ഥാന ഭരണകർത്താക്കളും അതുമായി ബന്ധപ്പെട്ട മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരും തുടരുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭ സമരം നമ്മൾ ആരംഭിക്കുവാൻ ഒരുങ്ങുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി നാരായണൻ നമ്പൂതിരി കുറുവക്കാട്, കരിമ്പന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, SNP നമ്പൂതിരി എന്നിവരും പങ്കെടുത്തു. കണ്ണൂരിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 3.5 വയസ്സുള്ള ആൺകുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടിയെ ഇന്നലെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർ ചികിത്സയ്ക്കായി കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. പരിയാരം സ്വദേശിയായ കുട്ടി ഇന്നലെ തൊട്ടടുത്ത വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിരുന്നു. ഇതാവാം രോഗകാരണമെന്ന് സംശയിക്കുന്നതായി ഡോക്ടർ ചൂണ്ടിക്കാട്ടി. അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്കയായി പടരുമ്പോൾ ഈ രോഗത്തെപ്പറ്റി അറിയേണ്ട ചില കാര്യങ്ങളുമുണ്ട്. രോഗമുണ്ടാക്കുന്ന അമീബ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്നവയാണ്. അത്യപൂർവ രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. കുളിക്കുമ്പോഴും മറ്റും മൂക്കിലെ നേർത്ത തൊലിയിലൂടെയാണ് അമീബ മനുഷ്യ ശരീരത്തിൽ കടക്കുന്നത്. രോഗം തലച്ചോറിനെയാണ് ഗുരുതരമായി ബാധിക്കുന്നത്. അതിനാൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. രോഗാണു ശരീരത്തിലെത്തിയാൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരാഴ്ച വരെ എടുക്കുമെന്നതും വെല്ലുവിളിയാണ്. തലവേദന, പനി, ഛർദി എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. അതേസമയം രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരില്ല എന്ന് വിദഗ്ധർ പറയുന്നു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തണം. ധർണാ സമരവുമായി മുസ്ലിം ലീഗ്. ക്ഷേമ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കലക്ടറേറ്റിലേക്ക് ധർണ നടത്തിയത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റി. പൊതുപ്രവർത്തകർ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീൽ ചെയറുകൾ വിതരണം ചെയ്തു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ വിവിധ ക്ലബ്ബുകൾക്ക് മെഡിക്കൽ ഉപകരണങ്ങളും കൈമാറി. മാലമോഷ്ടാവിനെ വലയിലാക്കി ചക്കരക്കൽ പോലീസ്. പിടികൂടാൻ പരിശോധന നടത്തിയത് 20ഓളം CCTV ദൃശ്യങ്ങൾ. പിടിയിലായത് മാച്ചേരിയിലെ AK സഫ്രജ്. മോഷണത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതയെന്ന് പോലീസ്. പറഞ്ഞ തുക മുഴുവനുണ്ട്.
വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. പൊതുപ്രവർത്തകർ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന കാരുണ്യ സ്പർശം പരിപാടിയുടെ അഴീക്കോട് നിയോജക മണ്ഡലം തല പരിപാടി ജയ്ഹിന്ദ് ബ്രദേഴ്സ് മണലിന് വീൽ ചെയർ കൈമാറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് അഴീക്കോട് നിയോജക മണ്ഡലം കമ്മിറ്റിയും ഇൻകാസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഖത്തറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിയോജക മണ്ഡലത്തിലെ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്ലബ്ബുകൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ, വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. നമുക്കറിയാം, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്തും ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പ്രയാസമനുഭവിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരെയും അവരൊക്കെ ഉമ്മൻചാണ്ടി സാറ് അവരോടൊക്കെ ചെയ്ത വാത്സല്യപരമായ ഇടപെടലുകൾ തന്നെയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും മറ്റ് സംസ്ഥാനത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അത്രമാത്രം ജനങ്ങളെ സ്നേഹിച്ച്, ജനങ്ങളെ ഇഷ്ടപ്പെട്ട്, ജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന് നമുക്കറിയാം. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ച്, ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾക്കാനുള്ള സൗകര്യം, അതുപോലെ സംസാരിക്കാൻ പറ്റാത്തവർക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള അങ്ങനെ എല്ലാ രംഗത്തും അദ്ദേഹം ചെയ്ത ആ സേവനങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിൽ കടന്നുപോവുകയാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് നികേത് നാറാത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി നിതീഷ് ചാലാട്, ഖത്തർ ഇൻകാസ് ഭാരവാഹികളായ ശ്രീരാജ്, MP നിയാസ് മരക്കാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വരുൺ P, രാകേഷ് ബാലൻ, മൻഷൂഖ് KN, നബീൽ അഴീക്കോട്, റാഹിദ് കാട്ടാമ്പള്ളി, ശ്രീരാഗ്, നിജയ്, അനുശ്രീ, വർഷ എന്നിവർ പങ്കെടുത്തു. മാതമംഗലം പെരുവാമ്പാപ്പൊഴിയിൽ കാണാതായ വയോധികയുടെ മൃതദേഹം ഫയർഫോഴ്സിന്റെ ഊർജിതമായ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തി. പെരുവാമ്പയിൽ കോട്ടൂർ മാധവിയാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. പൊഴിയിൽ കുറ്റൂർ കൂവപ്പ ഭാഗത്താണ് ശനിയാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. ഇവരെ വ്യാഴാഴ്ച വൈകിട്ട് മുതലാണ് കനത്ത മഴയിൽ കാണാതായത്.
പെരുവാമ്പ പുഴയുടെ കരയിൽ ഇവരുടെ കുട കണ്ടതിനാലാണ് ഒഴുക്കിൽപ്പെട്ടുവെന്ന് ഭർത്താവിനും പ്രദേശവാസികൾക്കും സംശയം തോന്നിയത്. അയൽ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് മാധവി വ്യാഴാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ഭർത്താവ് ടി.കെ. ദാമോദരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കയ്യിൽ കുടയുമായാണ് ഇവർ പോയത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് മടങ്ങി വരാത്തതിനെ തുടർന്നാണ് ദാമോദരൻ പ്രദേശവാസികളുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയത്. ഇതിനിടെയാണ് പുഴയുടെ കരയിൽ കുട കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് വ്യാഴാഴ്ചയും തൊട്ടടുത്ത ദിവസവും മുഴുവനായും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ശനിയാഴ്ച രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു. വടക്കൻ കേരളത്തിൽ 2 ദിവസം കൂടി മഴ തുടരും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലക്കും സാധ്യത. എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ്. കേരള തീരത്ത് ഇന്നും നാളെയും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പിലുണ്ട്. അതേസമയം വയനാട്ടിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ജില്ലയിൽ ഇന്നുകൂടി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. 45 ക്യാമ്പുകളാണ് വയനാട്ടിൽ തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ 421 കുടുംബങ്ങളിലെ 1403 പേർ ക്യാമ്പിൽ തുടരുകയാണ്. തുടർച്ചയായ മഴയ്ക്ക് പിന്നാലെ വെള്ളം കയറിയ വള്ളിയൂർക്കാവ്, പനമരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും കനത്ത വെള്ളക്കെട്ട് തുടരുകയാണ്. കണ്ണൂരിലും സ്ഥിതി മറിച്ചല്ല. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങാൻ താമസിക്കുന്നുണ്ട്. നഗരമധ്യത്തിൽ അണ്ടർബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. ചേലോറ പെരിങ്ങളായിൽ ചൊവ്വാഴ്ച ബാലാജി സ്റ്റോറിൽ സാധനം വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തി കടയുടമയായ സ്ത്രീയുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതി പിടിയിൽ. മാച്ചേരി നാഗത്താടം ക്ഷേത്രത്തിന് സമീപത്തെ AK സഫ്രജിനെയാണ് ചക്കരക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിലാന്നൂർ സ്വദേശി VK ശ്രീകലയുടെ മാലയാണ് കവർന്നത്. 20ഓളം CCTV പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നതെന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് പ്രതി കുറ്റകൃത്യത്തിന് ഏർപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നതായി ചക്കരക്കൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് MP ആസാദ് പറഞ്ഞു. ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16-ാം തീയതി തിലാനൂർ കടയിൽ നിൽക്കുന്നൊരു സ്ത്രീയുടെ കഴുത്തിലെ മാല ഒരാൾ വന്നിട്ട് പിടിച്ചു പറിച്ചുകൊണ്ടൊരു കേസ് റിപ്പോർട്ടായിരുന്നു. അതിൽ CCTV ഫുട്ടേജ് ഫോളോ അപ്പ് ചെയ്ത് പോയപ്പോൾ ഈ ഒരു ബൈക്ക് ട്രേസ് ചെയ്യും. ഈ ബൈക്കിൻ്റെ അപൂർവമായിട്ടുള്ള ഒരു മോഡലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ വെരിഫൈ ചെയ്ത് അതിൻ്റെ ഏകദേശം കണക്ട് ചെയ്തുകൊണ്ട് ഒരു 20ഓളം CCTVകൾ ഫുട്ടേജുകൾ ചെക്ക് ചെയ്തിട്ടുകൊണ്ടാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. പ്രതി ആദ്യമായിട്ടാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് ഈ ഒരു കുറ്റകൃത്യത്തിൽ ഇറങ്ങിയതാണെന്ന് മനസ്സിലായത്. ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നു. SI സുധാകരൻ, SCPOമാരായ ഷിജു ചോറ, ബാബു പ്രസാദ്, നിതീഷ് ആലക്കണ്ടി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആഗോള സമാധാന പ്രവർത്തകനും ഏകതാ പരിഷത്ത് സ്ഥാപകനുമായ ഡോക്ടർ PV രാജഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസ് കണ്ണൂരിൽ സമാധാന സംഗമവും സംഘടനയുടെ ചെയർമാൻ ഫാദർ കറിയാക്കല്ലൂരിനെ ആദരിക്കലും സംഘടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മറ്റ് വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുമില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ ജീവിതം, പ്രാപഞ്ചിക ജീവിതത്തിൽ സമാധാനം എല്ലാവർക്കും ഒരുപോലെ, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും മറ്റെല്ലാ വികാരങ്ങൾക്കും എല്ലാം അതീതമായി സമാധാനം ഉണ്ടാകണമെന്നത് ഒരു ജീവിതധർമ്മത്തിൻ്റെ അനിവാര്യമായ ആവശ്യമാണ്. അതിന് നിരവധി സംഘടനകളും പ്രവർത്തനങ്ങൾ, സാമൂഹ്യ രംഗത്ത് നടപ്പാകുന്ന ദുരാചാരങ്ങൾ, ദുഷ്കൃത്യങ്ങൾ, അധാർമികത, ഇതിനെല്ലാം എതിരായി നിയമനിർമ്മാണത്തെക്കാളേറെ മനുഷ്യ മനസ്സിനെ യഥാർത്ഥവൽക്കരിക്കുന്ന, സംസ്കൃതീകരിക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പരിപാടികളുമാണ് ജനഹൃദയങ്ങളിലേക്ക് സംഗ്രഹിക്കുന്നത്. ഏകതാ പരിഷത്ത് സ്ഥാപകൻ ഡോക്ടർ PV രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസ് വർക്കിംഗ് ചെയർമാൻ P സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, N ഹരിദാസ്, M പ്രകാശൻ മാസ്റ്റർ, അബ്ദുൽ കരീം ചേലേരി, ജോയ് കോന്നക്കൽ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് C അനിൽകുമാർ, അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, EVG നമ്പ്യാർ, ആർട്ടിസ്റ്റ് ശശികല, C സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ വീണ്ടും തട്ടിപ്പ്. ദമ്പതികളുടെ ലക്ഷങ്ങൾ തട്ടിയെടുത്തു. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ച ശ്രീകണ്ഠാപുരത്തെ ദമ്പതികളുടെ 22 ലക്ഷം രൂപയാണ് സൈബർ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത്. ചെങ്ങളായി അരിമ്പ്ര സ്വദേശിയുടെ പരാതിയിലാണ് വഞ്ചനാക്കുറ്റത്തിന് പോലീസ് കേസെടുത്തത്.
ഓൺലൈനിൽ പരിചയപ്പെട്ട പ്രതി ബ്ലാക്ക് റോക്ക് സ്ഥാപനത്തിന്റെ മേധാവിയാണെന്നാണ് ഇവരെ പരിചയപ്പെടുത്തിയത്. ബാങ്ക് അക്കൗണ്ടും നൽകി. ഓൺലൈൻ ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ച ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു. ഇവരെ കഴിഞ്ഞ ഏപ്രിൽ 29-നും ഈ മാസം 14-നും ഇടയിലാണ് പല തവണകളിലായി പണം നിക്ഷേപിപ്പിച്ചത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് 22,36,900 രൂപ അടച്ചുകൊടുക്കുകയും പിന്നീട് ലാഭവിഹിതമോ നിക്ഷേപ തുകയോ നൽകാതെ വഞ്ചിച്ചുവെന്നാണ് ഇപ്പോൾ പരാതിയുള്ളത്. പരാതിയിന്മേൽ പോലീസ് കേസെടുത്ത് നടപടികൾ ആരംഭിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഴീക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 35 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 6,880, പവന് 54,240 രൂപ, വെള്ളി 99 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തണം. ധർണാ സമരവുമായി മുസ്ലിം ലീഗ്. ക്ഷേമ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കലക്ടറേറ്റിലേക്ക് ധർണ നടത്തിയത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റി. പൊതുപ്രവർത്തകർ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീൽ ചെയറുകൾ വിതരണം ചെയ്തു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ വിവിധ ക്ലബ്ബുകൾക്ക് മെഡിക്കൽ ഉപകരണങ്ങളും കൈമാറി. മാല മോഷ്ടാവിനെ വലയിലാക്കി ചക്കരക്കൽ പോലീസ്. പിടികൂടാൻ പരിശോധന നടത്തിയത് 20ഓളം CCTV ദൃശ്യങ്ങൾ. പിടിയിലായത് മാച്ചേരിയിലെ AK സഫ്രജ്. മോഷണത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതയെന്ന് പോലീസ്. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.